ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഹോട്ടൽ സ്റ്റൈലിൽ ഒരു അപ്പത്തിന് ഒരു കുറുമ തയ്യാറാക്കാം. അതിന് നമുക്ക് ഒരു 125 ഗ്രാം പട്ടാണിപ്പയർ എടുത്തിട്ടുണ്ട്. അതൊരു 6 മണിക്കൂർ മുമ്പേ നമുക്ക് കുതിർത്ത് വയ്ക്കണം. അപ്പോൾ കുതിർത്ത പട്ടാണിപ്പയർ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു വിസിൽ കേൾക്കുമ്പോൾ നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾ വേണം. ക്യാരറ്റും ബീൻസും തക്കാളിക്കയും പച്ചമുളകും നമുക്ക് വഴറ്റിയെടുക്കാം. ക്യാരറ്റും ബീൻസും പൊട്ടറ്റയും ഇതിൻ്റെ കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. തേങ്ങയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇവയെല്ലാം ചേർത്ത് തേങ്ങ നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ഏറെ ഇരുന്നാലും പ്രശ്നമില്ല. മുളക് പൊടി എരിക്കും ചേർക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി മതിയാവും. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. പീസ് വേവിച്ച കുക്കറിൽ തന്നെ നമുക്ക് 2 പൊട്ടറ്റയും ക്യാരറ്റ് ബീൻസും എല്ലാം ചേർത്ത് നല്ലപോലെ വെജിറ്റബിൾ എല്ലാം കൂടെ ഒരുമിച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് തക്കാളിക്കയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പീസും ക്യാരറ്റും ബീൻസും പൊട്ടറ്റയും എല്ലാം ചേർത്ത വെജിറ്റബിളും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലപോലെ തിളപ്പിക്കാം. ഇതെല്ലാം ഒന്ന് കുറച്ച് വറ്റി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. നമ്മൾ തേങ്ങാപ്പാലല്ല ചേർക്കുന്ന, തേങ്ങ അരച്ച് ചേർക്കുവാണ്. ഇതാണ് മിക്കവാറും ഹോട്ടൽ സ്റ്റൈൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ചേർത്ത് അരച്ചെടുക്കും. നമുക്കിതിനകത്ത് വേണമെങ്കിൽ 2 കാഷ്യൂനട്ടും കൂടെ അരച്ചെടുക്കാം. കുറച്ച് വറ്റി വരുമ്പോൾ നമുക്ക് ഇത് താളിച്ചെടുത്ത് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ അപ്പത്തിന് ഇത് നല്ലൊരു കറിയാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നമ്മുടെ വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അപ്പവും കൂടെ ചുട്ടെടുക്കാം. അപ്പത്തിനുള്ള മാവ് നമ്മൾ ഒരു 8 മണിക്കൂർ മുമ്പേ കുതിർത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരിയും തേങ്ങയും കുറച്ച് പഞ്ചസാര ഉപ്പും മാത്രം ചേർത്ത് വെച്ചിരിക്കുന്ന മാവാണ്. നമ്മൾ സോഡാപ്പൊടിയോ ഈസ്റ്റോ ചേർത്തിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് അപ്പം വന്നിട്ടുണ്ട്. നമുക്ക് അപ്പവും ചുട്ടെടുക്കാം. അപ്പവും റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ അപ്പവും കുറുമയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.